ഞാനിവിടെ നിൽക്കുന്നത് ന്യൂസിലൻഡിലേക്ക് എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂസിലൻഡിൽ പോയി ക്യാപ്പ് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായതിന് ശേഷമാണ് നഴ്സുമാർക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം വരെ. അപ്പം ഞാൻ മെയ്യിൽ ക്യാപ്പ് ചെയ്തു വന്നു. ജൂൺ ആയപ്പോൾ എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി. ജൂലൈ ഓഗസ്റ്റ് 2 മാസം ഫുള്ള് ഞാനിരുന്ന് അപ്ലൈ ചെയ്തു, ഒരു മിനിറ്റ് പോലും കളയാതെ. കാരണം എൻ്റെ പിള്ളേർക്ക് സ്കൂൾ അവധിയായിരുന്നു. ഫുള്ള് ഡ്യൂട്ടി കഴിഞ്ഞ് വരും, അപ്ലൈ ചെയ്യും, നൈറ്റ് ഫുൾ ഇരുന്ന് അപ്ലൈ ചെയ്യും, ഏർലി മോർണിംഗ് എഴുന്നേറ്റിരുന്ന് അപ്ലൈ ചെയ്യും. പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വന്നില്ല. അങ്ങനെ സെപ്റ്റംബറായി, എൻ്റെ പിള്ളേർക്ക് സ്കൂൾ തുറന്നു, എനിക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചീനെ അനിയത്തിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ഡെയിലി കരയും, എനിക്ക് ഒന്നും ശരിയാകുന്നില്ല, ഈശോയ്ക്ക് എന്നെ വേണ്ടെന്ന് തോന്നുന്നു, മാതാവിന് എന്നെ വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് ചേച്ചി പറയും, നീ നന്മ നിറഞ്ഞ മറിയമ്മേ ഒരു 100 പ്രാവശ്യം ഇരുന്ന് ചൊല്ല്, നിനക്ക് അനുഗ്രഹം കിട്ടും. കൃപാസനം പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ പോയി ഉടമ്പടി എടുത്താൽ നിനക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹം കിട്ടും. അങ്ങനെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും എൻ്റെ നല്ലവരായ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു തുടങ്ങി, കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു തുടങ്ങി. അനുജത്തിയും പറഞ്ഞു, ചേച്ചിയെ അറിയാവുന്ന അനു എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്, വാട്സപ്പ് ഗ്രൂപ്പുള്ള ആളാണ്. ഗ്രൂപ്പിൽ എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മെൻ്റലി പ്രിപ്പയർഡായി വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം ഓഗസ്റ്റിൽ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്ത ഒരു എംപ്ലോയർ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അവരോട് ഒന്നും കൂടി ഒക്ടോബർ മാസത്തിൽ ഞാൻ അവരോട് ഒന്നും കൂടി ഞാൻ ചോദിക്കുകയാണ്, എനി അപ്ഡേറ്റ്? അവർ പറഞ്ഞു ഒന്നുമില്ല. ഒക്ടോബർ 28 ഒരു അപ്ഡേറ്റും വരാഞ്ഞപ്പം ഞാൻ ഒന്നും കൂടി മെസ്സേജ് ചെയ്തു, എനി അപ്ഡേറ്റ്? ഒന്നുമില്ല. അപ്പം അങ്ങനെ നവംബർ 5 എനിക്കൊരു അവധി ദിവസമായിരുന്നു. അപ്പം ഞാൻ നവംബർ 5-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ തുറന്നപ്പോഴത്തേക്കിനും എനിക്ക് ഒരു ഇൻ്റർവ്യൂ അവിടെ നിന്ന് വന്ന് കിടക്കുകയാണ്. ആ സെയിം എംപ്ലോയറിന് തന്നെ, നിൻ്റെ CV ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നീ എന്നാണ് ഇൻ്റർവ്യൂവിന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, സെപ്റ്റംബർ 28-ാം തീയതി എല്ലാവരുടെയും പ്രേരണ പ്രകാരം, എൻ്റെ ചേച്ചിയുടെയും അനിയത്തിയുടെയും നല്ലവരായ ഫ്രണ്ട്സിൻ്റെയും പ്രേരണ പ്രകാരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. മാതാവിനോട് പ്രാർത്ഥിക്കാനും തുടങ്ങിയിരുന്നു. അച്ഛൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിൽ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. പിന്നെ സമയം ചിലപ്പോൾ പിള്ളേരുടെ സ്കൂളിൽ പോകാനുള്ള സമയവും രാവിലത്തെ കുക്കിങ്ങിൻ്റെ സമയവും ഒക്കെ എനിക്ക് പറ്റുന്നില്ലാത്ത സമയത്ത് ഞാൻ ഇച്ചിരി നീട്ടിവെച്ചാണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലി എനിക്ക് നവംബർ 5 എനിക്ക് വരുവാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ നവംബർ 10 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നെക്സ്റ്റ് ട്യൂസ്ഡേ ഞാൻ ഇവിടുത്തെ ധ്യാനം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ എന്നോട് പറയുവാണ്, യു പാസ്ഡ്, യു ആർ സെലക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് ഒരു ഇതും വരുന്നില്ല, ഒരു അപ്ഡേറ്റും അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെയും ഞാൻ അനുചേച്ചിയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് ഗ്രൂപ്പിൽ പറയുമായിരുന്നു, എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി, പക്ഷേ എനിക്ക് ഒരു അപ്ഡേറ്റും കിട്ടുന്നില്ല. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, വിശ്വാസം വെടിയരുത്, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വാസം കുറയുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടുത്തെ സാക്ഷ്യം എടുത്ത് കേൾക്കാൻ തുടങ്ങി. 1, 2, ചിലപ്പോൾ ഞാൻ 3 സാക്ഷ്യം വരെയും കേട്ട ദിവസങ്ങളുണ്ട്. അച്ഛൻ്റെ പഴയ വീഡിയോകൾ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച, വീണ്ടും അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ആ ചൊവ്വാഴ്ച എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായി. പേപ്പറുകളിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിസ കിട്ടപ്പോഴും അവിടെ ഒരു തടസ്സമുണ്ട്. അവിടെ ഹോളിഡേ ആണ്. ഡിസംബർ ജനുവരി അവിടെ ഹോളിഡേ ആണ്. ജനുവരി 5 വരെ അവിടെ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, നീ ലക്കി ആണെങ്കിൽ ഹോളിഡേക്ക് മുമ്പ് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയേക്കാന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മക്കളെ നോക്കാൻ വേണ്ടി അമ്മേനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് 3 മാസമാണ് റെസിഗ്നേഷൻ പീരീഡ്. അവിടെ എനിക്ക് പറയണം, 1 മന്തെങ്കിലും പറയണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മാതാവ് ധൈര്യം തരുവാണ്, നീ റെസിഗ്നേഷൻ ഇട്ടോ, നിനക്ക് കിട്ടും എന്ന് എന്നോട് മാതാവ് ഉള്ളിൽ പറയുകയാണ്. അങ്ങനെ ഞാൻ 1 മന്ത് റെസിഗ്നേഷൻ ഇട്ടു. അപ്പോഴൊക്കെയും അവരെന്നോട് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ മാനേജർ വരെയും എന്നോട് ചോദിച്ചു, നിനക്കിത് ഉറപ്പാണോ, നിനക്ക് വിസ വരുമെന്ന്. നീ വിസ വരുന്നതിൻ്റെ തലേദിവസം വന്ന് എന്നോട് ബൈ പറഞ്ഞാൽ മതി, എനിക്ക് ബൈ പോലും എനിക്ക് അതിനു മുമ്പ് പറയണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ജനുവരി അവരുടെ ഹോളിഡേ കഴിഞ്ഞ് അവർ 5th അവർ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് വീക്ക് എനിക്ക് വിസ വരുവാണ്. അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അത് മാതാവിൻ്റെ ഒരു കൃപയാലെ മാത്രമാണ്. നോട്ട് ബൈ മൈ മെറിറ്റ്, ഇറ്റ് ബൈ ഗ്രേസ്. ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എനിക്ക് വിസയും കിട്ടി. അങ്ങനെ ഞാൻ നാളെ ന്യൂസിലൻഡിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്.